നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 8 തുടങ്ങുന്നു. സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന പരാതിയിൽ ലോകായുക്തയുടെ നിർണായക വിധി നാളെ ഉണ്ടാകും. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആദ്യ പിണറായി മന്ത്രിസഭയിലെ 18 മന്ത്രിമാർക്കെതിരെയാണ് പരാതി. വാദം പൂർത്തിയായി 1 വർഷം കഴിഞ്ഞ ശേഷമാണ് വിധി പറയുന്നത്. ലോകായുക്ത നിയമം അനുസരിച്ച് വിധി എതിരായാൽ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലാകും. സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നാളെ നിർണായക ദിനം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇഷ്ടക്കാർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന പരാതിയിലാണ് ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. NCP നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷം, അന്തരിച്ച ചെങ്ങന്നൂർ MLA രാമേന്ദ്രൻ നായരുടെ കുടുംബത്തിന് 8.5 ലക്ഷം, CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് 20 ലക്ഷം. ഈ തുകകൾ അനുവദിച്ചതിൽ ക്രമക്കേടെന്നാണ് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാറിന്റെ പരാതി. ഉഴവൂർ വിജയനായാലും രാമേന്ദ്രൻ നായരായാലും ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷേ സാമ്പത്തികമായി അവർ ഞെരുക്കത്തിലുള്ളവരാണ്. വളരെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരെ കുറിച്ചുള്ള ആക്ഷേപം കേൾക്കുമ്പോൾ അതിനൊരു അപവാദമാണവർ. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കേണ്ടത് ദുരിതാശ്വാസ നിധിയുടെ ഫണ്ടെടുത്തല്ല. ലോകായുക്ത നിയമത്തിന്റെ സെക്ഷൻ 14 അനുസരിച്ച് അയോഗ്യരെന്ന് ലോകായുക്ത കണ്ടെത്തുന്ന പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിയമന അധികാരിയാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണ് പരാമർശമെങ്കിൽ അതിൽ തീരുമാനം ഗവർണർ എടുക്കും. KT ജലീലിന്റെ കുരുക്കായതും ഇതേ നിയമമാണ്. അതൊഴിവാക്കാനാണ് ലോകായുക്ത നിയമത്തിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചത്. ദുരിതാശ്വാസ നിധി കേസ് ലോകായുക്ത പരിഗണിച്ച ഘട്ടത്തിലായിരുന്നു സർക്കാരിന്റെ ഭേദഗതി ഓർഡിനൻസും പിന്നീട് ബില്ലും. നിയമസഭ പാസാക്കിയെങ്കിലും ബില്ലിന് ഗവർണർ അംഗീകാരം നൽകിയിട്ടില്ല. അതിനാൽ നിലവിലെ നിയമമാണ് ബാധകം. അതായത് ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന് ലോകായുക്ത കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ രാജിയല്ലാതെ മറുവഴികൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നാളത്തെ വിധി സർക്കാരിന് ഏറെ നിർണായകമാകുന്നത്. വിചാരണ പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും വിധി പ്രഖ്യാപിക്കാത്തതിനെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ലോകായുക്ത സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ജനകീയ ഹർത്താൽ നടത്തി അന്തർ സംസ്ഥാന ഗതാഗതം തടസ്സപ്പെടുത്തിയാണ് ജനം ഇന്ന് പ്രതിഷേധിച്ചത്. ഹർത്താൽ അനുകൂലികൾ സിംഗ്കണ്ടം, പൂപ്പാറ, പെരിയ കനാൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഉപരോധിച്ചു. അരിക്കൊമ്പനെ പിടികൂടാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിഷേധക്കാർ. ഇവിടെയുള്ള മനുഷ്യ ജീവന് എന്ത് വരെയാണ് കോടതി കൽപ്പിച്ചേക്കുന്നത്? ഞങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകുന്ന കോടതി ഇങ്ങനെ ഒരു വിധി പറയാൻ പാടില്ല. ഒരു കാരണവശാലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിധി ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഞങ്ങൾ ഇത്രയും പേരെ സംരക്ഷിക്കാൻ പറ, ഇല്ല ഇത്രയും പേരെ കൊണ്ടുപോകാൻ പറ. ഞങ്ങൾക്ക് വേറെ ഈ ആനയെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. കടുവാനെ പിടിച്ചോണ്ട് പോകുന്നതിന് അത് ഒരു കുഴപ്പമില്ല. ഈ ആന ഇത്ര പേരെ മനുഷ്യനെ കൊല്ലുന്ന ആനേനെ പിടിക്കാൻ ഇത് ഇവർക്ക് മാത്രം ഈ 48 പേരെ ഈ ആന കൊന്നിട്ടുണ്ട്. ഈ ആനയ്ക്ക് മാത്രം ഇത്ര ആൾക്കാർ വരുന്നുണ്ടല്ലോ. 12 കോടി ആനയ്ക്ക് മുടക്കിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്നാ മുടക്കിയേക്കണേ? ഞങ്ങൾ 3 ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ സ്കൂളിൽ കൂടെ പോയില്ല. എന്നല്ല ഞങ്ങൾ വീട്ടിൽ കിടക്കുന്ന. ഞങ്ങൾ ഈ സമയത്ത് വന്ന് എങ്ങനെ ഈ അരിക്കൊമ്പനെ പിടിക്കട്ടെ. അരിക്കൊമ്പനെ പിടിച്ചാൽ ഞങ്ങൾക്ക് നല്ല അടുപ്പന നല്ല ഹാപ്പി ആയിരിക്കും. അരിക്കൊമ്പനെ പിടികൂടാൻ വൈകുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം നിലനിൽക്കെ വീണ്ടും ജനവാസ മേഖലയിൽ അരിക്കൊമ്പന്റെ സാന്നിധ്യം. ഇത്തവണ പിടിയാനയ്ക്കും കുട്ടിയാനകൾക്കും ഒപ്പമാണ് അരിക്കൊമ്പൻ എത്തിയത്. KTU-VC വിഷയത്തിൽ തുടർ നടപടികളുമായി സർക്കാർ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ച പ്രകാരം നേരിട്ട് ഹാജരാകാൻ ഡോക്ടർ സിസ തോമസിന് നിർദ്ദേശം. നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിക്ക് മുൻപാകെ ഹാജരാകാനാണ് നിർദ്ദേശം. മെയിൽ വഴിയാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം സിസ തോമസിനെതിരെ എന്ത് നടപടി വേണമെന്നാലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. അപ്പൊ അവര് ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല വിശദമായ വിധത്തിൽ. അപ്പൊ നേരിട്ട് അവരെ കേട്ടുകൊണ്ട് തീരുമാനം എടുക്കാമെന്നാണ് കരുതുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്. മറിച്ച് ചില വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ. അതെല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മര്യാദകൾ ഒരു നിയമപരമായിട്ടുള്ള ഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടാണല്ലോ ഏവരും പ്രവർത്തിക്കേണ്ടത്. അതിലുണ്ടാകുന്ന വിള്ളലുകൾ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുക. അതുകൊണ്ട് എന്തായാലും അവർ പറയുന്നത് എന്തെന്ന് കേട്ടുകൊണ്ടുകൂടിയുള്ള തീരുമാനത്തിലേക്കേ പോവുള്ളൂ.
സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർക്ക് വീണ്ടും വിചാരം വന്നെന്ന് മന്ത്രി പ്രതികരിച്ചു. നമ്മളോട് പാനൽ നിർദ്ദേശിക്കാൻ പറഞ്ഞു. അതായത് ഇപ്പൊ അദ്ദേഹത്തിന് ഒരു വീണ്ടും വിചാരം വന്നിട്ടുണ്ട്. കോടതി വിധികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ റിവ്യൂ ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണ്. ആ സ്വഭാവത്തിലുള്ള ഒരു കത്താണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒരു പാനൽ നേരത്തെ നിർദ്ദേശിച്ച പാനലോ അല്ലെങ്കിൽ ഡോക്ടർ സജി ഗോപിനാഥിനെ തന്നെയോ നിർദ്ദേശിക്കണമെന്നാണ് അദ്ദേഹം കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ നൽകിയ പാനലിൽ നിന്ന് 2 പേര് റിട്ടയർ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ പാനൽ പുതുക്കി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. സിഡ്കോ മുൻ MDയെ ചോദ്യം ചെയ്ത് ED. സജി ബഷീറിനെയും കുടുംബത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. സജി ബഷീർ, ഭാര്യ അനുഷ, അമ്മ ലിസ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനാണ് ചോദ്യം ചെയ്യലെന്നാണ് വിവരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ വൈകി. ജലവിതരണം മുടങ്ങിയിട്ടും ജല അതോറിറ്റി ടാങ്കറിൽ വെള്ളം എത്തിച്ചില്ല. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ രോഗികളും കൂട്ടിരിപ്പുകാരും വലഞ്ഞു. സംഭവത്തിൽ ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 2 ദിവസമായി ജനറൽ ആശുപത്രിയിൽ വെള്ളമില്ല. വെള്ളം എത്തിക്കാൻ സൂപ്രണ്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അടിയന്തര സാഹചര്യം ജല അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടില്ല. ടാങ്കറിൽ വെള്ളമെത്തിക്കാൻ വൈകി. ഇതാണ് രോഗികളെ വലച്ചത്. 25ഓളം ശസ്ത്രക്രിയകൾ വൈകി. വേദനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ഇപ്പം മണി എത്ര 10:30 ഇതുമായിട്ട് വെള്ളം വന്നില്ല. ഇപ്പോഴാണ് വിളിച്ച് കയറ്റിയത്. അപ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. പെട്ടെന്ന് എൻ്റെ അളിയനായിട്ട് ഓപ്പറേഷനാണ്. അവർ 2 ദിവസം കൊണ്ട് ഇവിടെ കിടത്തിയിരിക്കുകയാണ്. ഇന്നാണ് വെച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ബുദ്ധിമുട്ട് വരില്ലേ. ഇന്നലെ രാത്രി സഹിച്ചിട്ട് ഇപ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകാൻ പറ്റിയില്ല. വെള്ളം ഇല്ലാതെ എങ്ങനെ പോകുന്നത്? ഒരാൾ പോയി കഴിഞ്ഞ് ഒരാൾ വെള്ളം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ പോകണ്ടേ? അപ്പൊ എങ്ങനെ നമുക്ക് വീട്ടിലായേ പോകാൻ പറ്റുമോ? ഇല്ലല്ല. ആശുപത്രി അധികൃതരുടെ പ്രതികാര നടപടി ഉണ്ടാവുമോ എന്ന് ഭയന്ന് പലരും പ്രതികരിക്കാൻ മടിച്ചു. ദിവസേന 1.5 ലക്ഷം ലിറ്റർ വെള്ളമെങ്കിലും ജനറൽ ആശുപത്രിയിൽ വേണ്ടിവരും. ജലവിതരണം മുടങ്ങിയത് വാർത്തയായതിനു പിന്നാലെ ടാങ്കറിൽ വെള്ളമെത്തിച്ച് താൽക്കാലിക പരിഹാരം കണ്ടെത്തി. ശസ്ത്രക്രിയകൾ മുടക്കമില്ലാതെ നടക്കുമെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു. കഴിഞ്ഞ 2 മാസത്തിന്റെ ടിക്കറ്റ് നിരക്കിൽ 3 ഇരട്ടിയിലേറെ വർധനവുണ്ടായി. നിരക്ക് കുറയ്ക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് വിഷു, റംസാൻ പരിഗണിച്ച് പ്രവാസികൾക്കായി ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെന്നും ഇതിന് അനുമതി നൽകണമെന്നും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി മരിച്ച മധുവിന് നീതി ലഭിക്കുമോ എന്ന് ചൊവ്വാഴ്ച അറിയാം. ഇന്ന് കേസ് പരിഗണിച്ച മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് വിധി പറയാൻ മാറ്റിവെച്ചത്. മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് മധുവിന്റെ കുടുംബം വ്യക്തമാക്കി. മധുക്കേസ് പരിഗണിച്ച മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി KM രതീഷ് കുമാർ ഒരൊറ്റ വാചകമാണ് പറഞ്ഞത്. അല്പം ലെങ്തിയാണ്. അതുകൊണ്ട് ഏപ്രിൽ 4-ന് വിധി പറയാം. തുടർന്ന് അടുത്ത കേസിലേക്ക് കടന്നു. വിധി പറയുമെന്ന പ്രതീക്ഷയിൽ മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും സമരസമിതി നേതാക്കളുമെല്ലാം എത്തിയിരുന്നു. അനുകൂല വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജേഷ് M. മേനോൻ. വിധി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിലുള്ളൊരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ഇപ്പോൾ മധുവിന്റെ കുടുംബവും പ്രതീക്ഷ പങ്കുവച്ചു. എൻ്റെ മധുവിന് നല്ലൊരു നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോടതി വക്കീൽ ഇതൊക്കെ ഇവർ എല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. സർക്കാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാ ലോക ആൾക്കാരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ എന്താ വരുമോ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ല, അനുകൂലമായ വിധി വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മറ്റേ അതിൻ്റെ സാക്ഷികളുടെ മറ്റേ 302 അട്രോസിറ്റി, അതുപോലെ ഗൂഢാലോചന, ഇതെല്ലാം കറക്റ്റായിട്ട് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേസിലെ മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു. 2018 ഫെബ്രുവരി 22-നാണ് ചിണ്ടക്കിയൂരിലെ മധു ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. ഏപ്രിൽ 4-ന് കോടതി വിധി പറയുമ്പോൾ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബവും പ്രോസിക്യൂഷനും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18.
CBIക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി അമിത്ഷാ. ഏറ്റുമുട്ടലിൽ ആളുകൾ കൊല്ലപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ പേര് പറയാൻ CBI തന്നോട് ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായിരുന്ന തന്നെ CBI അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യുന്ന വേളയിൽ ഉടനീളം മോദിയുടെ പേര് പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇതാദ്യമായി ആണ് താൻ വെളിപ്പെടുത്തുന്നതെന്നും അമിത്ഷാ വ്യക്തമാക്കി. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയോട് ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. मैं आपको बताता हूं दुरुपयोग कैसे होता है. मैं उसका भुक्तभोगी हूं. हमारे खिलाफ कोई भ्रष्टाचार का केस कांग्रेस ने नहीं किया था. एक एनकाउंटर हुआ था, उसमें मैं राज्य का गृह मंत्री था, मुझ पर केस कर दिया और CBI ने मेरी अरेस्ट की. अरेस्ट में CBI के रिकॉर्ड पर आज भी टैप किया हुआ पड़ा होगा. अगर प्रामाणिकता से टैप किया तो CBI की उस वक्त के अफसरों ने, और मिटा नहीं दिया कांग्रेस सरकार ने. तो 90% सवालों में यही था कि काहे को परेशान हो रहे हो, मोदी का नाम दे दो आपको छोड़ देंगे. हमने तो काले कपड़े नहीं पहने, कोई विरोध नहीं किया. मोदी जी के खिलाफ SIT बनाई एक राज्य के मुख्यमंत्री के. कोई करप्शन का केस नहीं था. दंगों में इन्वॉल्वमेंट का केस करा फर्जी टाइप का, जो अंत में सुप्रीम कोर्ट ने खारिज किया. हमने कोई हाई तौबा नहीं करी थी. कभी काले कपड़े पहनकर संसद को हमने जाम नहीं किया था भाई. और मैं बताता हूं नतीजा क्या आया. मुझे पकड़कर अरेस्ट किया. 90 में दिन ही बेल दे दी मुझे हाईकोर्ट ने. हाईकोर्ट ने कहा कि अरेस्ट करने के लिए पर्याप्त प्रूफ ही नहीं है. और मैंने एक्विटल की एप्लीकेशन डाली. मुंबई की अदालत ने, मुंबई में केस चला, गुजरात के बाहर ले गई, कोई आपत्ति नहीं, मुंबई में चला. वहां कोर्ट ने कहा कि राजनीतिक प्रतिशोध की भावना से CBI ने राजनीतिक इशारों पर यह केस किया है, इसलिए हम अमित शाह के खिलाफ के केस को और सारे आरोपों को खारिज करते. मैं तो इतने साल तक कभी नहीं बोला. आज आपने यूं कर बुलवाया तो मैंने बता दिया. अब तक नहीं बोला था मैं तो कभी. पर अमित जी और पूरी मेरी इंट्रोगेशन एक ही बात, मोदी का नाम दे दो, मोदी का नाम दे दो, मोदी का. भाई क्यों डरते हो मोदी से, क्यों फंसाना चाहते हो? और कोई इंट्रोगेशन में कोई चीज नहीं पूछी मुझे. और मेरे कारण बेचारे कई सारे पुलिस अफसर, निर्दोष टाइप के अफसरों को जेल में डाल. കർണാടകത്തിൽ BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വീണ്ടും വരുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കർണാടകത്തിൽ 30 വർഷത്തിന് ശേഷം വ്യക്തമായ ഭൂരിപക്ഷമുള്ള സർക്കാർ അധികാരത്തിൽ വന്നത് BJPയുടെ നേതൃത്വത്തിലാണ്. JDSുമായി സഖ്യത്തെ സംബന്ധിക്കുന്ന ചോദ്യമേ ഉദിക്കുന്നില്ല. അവരുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല. മുസ്ലിം സംവരണം എടുത്തുമാറ്റി ഒക്കലിഗ, ലിംഗായത്ത് സമുദായങ്ങൾക്ക് നൽകിയത് ശരിയായ തീരുമാനമാണ്. മതത്തിന്റെ പേരിലല്ല സംവരണം വേണ്ടത്. മുൻ സർക്കാരിന്റെ തെറ്റായ നടപടി BJP സർക്കാർ തിരുത്തുകയാണ് ചെയ്തതെന്നും ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ പരിപാടിയിൽ അമിത്ഷാ പറഞ്ഞു. 30 साल के बाद 30 साल तक कभी भी पूर्ण बहुमत की सरकार नहीं आई थी. कई सालों से पूर्ण बहुमत की सरकार रिपीट भी नहीं हुई थी. 77 के बाद ये दोनों मोदी जी के समय में हुआ, ये भी हो जाएगा, आप चिंता मत करिए. नहीं, हमारी कोई बातचीत कैसे. हम हर सीट पर लड़ेंगे, पूर्ण बहुमत के लिए लड़ेंगे और मोदी जी के नेतृत्व में पूर्ण बहुमत आएगा, इसका मुझे पूर्ण भरोसा है. किसी से बातचीत का सवाल ही पैदा नहीं. कोई भी हालत में अगर जरूरत पड़ी तो भी उनके संग गठबंधन नहीं करेंगे. गठबंधन नहीं करेंगे चाहे कुछ भी, अगर मान लीजिए कम भी पड़ जाए. गठबंधन का सवाल ही नहीं है, किसी के साथ गठबंधन करने की जरूरत नहीं. पोस्ट पोल भी नहीं. पूर्ण बहुमत प्राप्त करने जा रहे हैं और विश्वास के साथ हम मैदान में. धर्म के आधार पर आरक्षण संविधान सम्मत नहीं है, ये गैर संवैधानिक है. किसी भी प्रकार का आरक्षण धर्म के आधार पर नहीं हो सकता है. जो कांग्रेस की कर्नाटक सरकार ने पोलराइजेशन के लिए किया था, उसको हमने करेक्ट किया है और मैं मानता हूं ये करने में थोड़ी देर हो गई. കേരളത്തിലും തമിഴ്നാട്ടിലും നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനം നടക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇരു സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് ശക്തി കുറവായിരുന്നു, എന്നാൽ എല്ലായിടത്തും പ്രവർത്തനം എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ AIDMKയുമായി സഖ്യമുണ്ടെന്നും അമിത്ഷാ ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ പരിപാടിയിൽ പറഞ്ഞു. साउथ में तमिलनाडु और केरला में आप कैसे देखते हैं? मोदी जी का और वहां पर भी है, मगर सीट पे कैसे कन्वर्ट होगा? कोई तालमेल AIDMK? हमारा संगठन वीक था, हमने काफी प्रयास किए हैं, काफी सुधार किया है. ढेर सारे गांवों तक पहुंचे, ढेर सारे बूथों तक पहुंचे हैं और जहां वीक है और हमारे साथ साथी भी है.
तो AIADMK के साथ कुछ गठबंधन रहेगा? हाँ, हमारा है ही अभी तो गठबंधन। രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ചില നേതാക്കൾ വിദേശത്ത് ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്നു. ചിലർ വിദേശത്ത് പോകുന്നത് രാജ്യത്തെ താറടിച്ച് കാണിക്കാനാണ്. ആരും നിയമത്തിന് അതീതനല്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യയിലായിരുന്നു ജഗ്ദീപ് ധൻകറിന്റെ പരാമർശം. Some amongst us are engaged in thoughtless orchestration of sinister campaign to taint and tarnish our democratic institutions. None in democracy can claim to be above law. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ UK-യിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലളിത് മോദി. യഥാർത്ഥ കള്ളന്മാർ കോൺഗ്രസുകാരാണ്. അന്താരാഷ്ട്ര കോടതിയും ഇന്റർപോളും ആവശ്യപ്പെട്ടിട്ടും തനിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. തനിക്കെതിരെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വ്യാജ പ്രചാരണങ്ങളാണ് നടത്തുന്നതെന്നും ലളിത് മോദി പറഞ്ഞു. വിവാദമായ മോദി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് പാറ്റ്ന കോടതിയുടെയും നോട്ടീസ്. ഏപ്രിൽ 12-ന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. മൊഴി നൽകാനാണ് രാഹുൽ ഹാജരാകേണ്ടത്. 2019-ലെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശമാണ് വിവാദമായത്. എല്ലാ കള്ളന്മാരുടെയും പേര് മോദി എന്നായത് എങ്ങനെ എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് നിയമപ്രകാരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമം കൊണ്ടുവന്നത് 2013-ൽ UPA സർക്കാരാണ്. രാഹുൽ ബോധപൂർവം പിന്നാക്ക വിഭാഗത്തെ അപമാനിച്ചെന്നും അമിത്ഷാ പറഞ്ഞു. उस जजमेंट में सुप्रीम कोर्ट ऑफ इंडिया ने तय कर दिया कि 3 महीने आपको नहीं मिलेंगे. क्यों देना है? जिस क्षण से आपको सजा होती है उसी क्षण से आपकी सदस्यता रद्द हो जानी चाहिए. ये सुप्रीम कोर्ट का वर्डिक्ट है. 2013 का है, जब राहुल जी की माता जी के नेतृत्व में UPA चलता था. और दूसरी बात, उन्होंने अब तक अपने दोस्त पर रोक लगाने के लिए, कन्विक्शन पर स्टे लेने के लिए अपील भी नहीं की है. किस प्रकार की एरोगेंस है? आपको फेवर चाहिए, आप मेंबर पार्लियामेंट बने रहना चाहते हो और अदालत के सामने भी नहीं जाओगे. किस प्रकार की एरोगेंसी कहां से जनरेट होती है? ये एरोगेंसी कहां से जनरेट होती है? ऐसे 17 लोग इंक्लूडिंग राहुल गांधी, सबकी सदस्यता गई है. किसी ने काले कपड़े नहीं पहने, किसी ने हाय तौबा नहीं की, क्योंकि ये सुप्रीम कोर्ट का जजमेंट है, देश का कानून है. मगर अब इन पर आ गई तो कांग्रेस वाले कहते हैं गांधी फैमिली के लिए एक अलग कानून बनाना चाहिए. मैं देश की जनता को पूछना चाहता हूं, किसी एक परिवार के लिए इस देश में अलग कानून बनना चाहिए क्या? ये देश की जनता ने तय करना है. किस मेंटालिटी में जीते हैं? രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ ദിനം ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നാണ് KPCCയുടെ വൈക്കം സത്യഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുമ്പോൾ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത്. വൈക്കം ബീച്ച് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ 5000-ലധികം പ്രവർത്തകർ പങ്കാളികളായി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള ഒരു ദുരന്ത വാർത്തയിലേക്കാണ് ഇനി. ക്ഷേത്ര കിണറിന്റെ മേൽത്തട്ട് തകർന്നു വീണ് 13 പേർ മരിച്ചു. രാവിലെ രാമനവമി ഉത്സവത്തിനിടെയാണ് അപകടമുണ്ടായത്. പുരാതനമായ കിണറിന്റെ മേൽക്കൂരയിൽ നിരവധി ആളുകൾ തടിച്ചുകൂടിയെന്നും ഭാരം താങ്ങാനാവാതെ തകർന്നു വീഴുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. കേരളത്തിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ അനുവദിക്കുന്നതിൽ പുനരാലോചന വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർവീസുകൾ അനുവദിക്കുന്നത് തൽക്കാലം പരിഗണനയിലില്ലെന്ന കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവിന്റെ പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കാമെന്ന് മുൻ പ്രസ്താവനയിൽ നിന്ന് മന്ത്രി ഇപ്പോൾ പിന്നാക്കം പോയത് ദുരൂഹമാണ്. രാജ്യത്തിന്റെ റെയിൽ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ അപ്രസക്തമാക്കാനുള്ള നിരന്തര നടപടികൾ ഏറ്റവും അവസാനത്തേതാണിതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് UDF ജനപ്രതിനിധികളുടെ കുത്തിയിരിപ്പ് സമരം നാളെ രാവിലെ 10 മുതൽ 11 വരെയാണ് സമരം. പദ്ധതി വിഹിതം ചെലവഴിക്കാൻ സമയം നൽകാത്തതിലും സഞ്ചിത നിധിയിലേക്ക് തിരികെ നൽകണമെന്ന് നിർദ്ദേശിച്ചതിലും പ്രതിഷേധിച്ചാണ് സമരം. വരുമാന ചോർച്ച തടയാൻ ബസ്സുകളിൽ പരിശോധന കർശനമാക്കാൻ KSRTC. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്താൽ ചാർജിന്റെ 10 ഇരട്ടി പിഴ അടയ്ക്കേണ്ടി വരും.
ഇൻസ്പെക്ടർമാർ ഒരു ഡ്യൂട്ടിയിൽ 12 ബസ്സുകൾ പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. എല്ലാ ഓപ്പറേറ്റിംഗ് വിഭാഗം ഓഫീസർമാരും കുറഞ്ഞത് 20 ബസ്സുകൾ പരിശോധിക്കണം. സ്വിഫ്റ്റിന് കീഴിലുള്ള ബസ്സുകളും പരിശോധിക്കാം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക വൈകും. കുടിശ്ശികയുടെ ആദ്യ ഗഡു ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന ഉത്തരവ് നീട്ടിവെച്ചുകൊണ്ട് ഉത്തരവിറങ്ങി. അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന്റെ നിലവിലെ സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. കുടിശ്ശികയുടെ 25% ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള ഉത്തരവാണ് നീട്ടിവെച്ചത്. തിരുവനന്തപുരം അരുവിക്കരയിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യയും മരിച്ചു. അഴീക്കോട് വളപ്പെട്ടി സ്വദേശി മുംതാസാണ് മരിച്ചത്. മുംതാസിനെ ആക്രമിച്ച ഭർത്താവ് അലി അക്ബർ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അലി അക്ബറിന്റെ ആക്രമണത്തിൽ മുംതാസിന്റെ മാതാവ് ഷാഹിറയും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണങ്ങൾക്ക് ശേഷം അലി അക്ബർ സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണത്തിനുള്ള കരാർ സോണ്ട കമ്പനിക്ക് നീട്ടി നൽകി കോർപ്പറേഷൻ. 1 മാസത്തേക്കാണ് ഉപാധികളോടെ കരാർ നീട്ടിയത്. പ്രതിപക്ഷ അംഗങ്ങളുടെ എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനം. കരാർ പുതുക്കുമെന്ന് ഉറപ്പായപ്പോൾ അജണ്ട കീറിയെറിഞ്ഞ് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടിനടയിലെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രപഞ്ചയാഗം നാളെ ആരംഭിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണ് നടത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രധാന സന്യാസിമാരാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രം, ബദ്രിനാഥ്, കേദാർനാഥ്, മധുര മീനാക്ഷി തുടങ്ങി 108 പുണ്യപുരാതന ക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതന്മാരാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. പൗർണമിക്കാവ് ക്ഷേത്ര യാഗഭൂമിയിൽ കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ടുനിന്ന മഹാകാളി യാഗം നടന്നിരുന്നു. 51 ശക്തിപീഠ ക്ഷേത്രങ്ങളിലെയും ഭാരതത്തിലെ മറ്റ് പുണ്യപുരാതന ക്ഷേത്രങ്ങളിലെയും മുഖ്യ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് മഹായാഗം നടന്നത്. പിന്നാലെയാണ് 1 വർഷത്തിനു ശേഷം പ്രപഞ്ചയാഗം നടത്തുന്നത്. 1001 മഠാധിപതികളും പുരോഹിതരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 12,008 ദ്രവ്യങ്ങൾ ഉൾപ്പെടെ ഈ യാഗത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് ഈ ലോക നന്മയ്ക്ക് അത് ഉപകരിക്കണമെന്നാണ്. ആയി രാജവംശം നിർമ്മിച്ചതാണ് പുരാതന പൗർണമിക്കാവ് ക്ഷേത്രം. ബാലത്രിപുര സുന്ദരി ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ആയി രാജവംശക്കാരുടെ തലമുറ ഇവിടെ കാലാകാലങ്ങളിൽ അവരുടെ കുടുംബദേവതയായി ആചരിച്ചിരുന്ന ഒരു ദേവിയാണ് പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി. ഈ ദേവി വളരെ ശക്തിയാർജിച്ച ദേവിയാണ്. അതിവിടുത്തെ മണ്ണ് കണ്ടാൽ തന്നെ അറിയാം, രക്തത്തിൻ്റെ നിറമുള്ള ചമ്മണ്ണാണ്. നാളെ ആരംഭിക്കുന്ന പ്രപഞ്ചയാഗം ഏപ്രിൽ 6 വരെ നീണ്ടു നിൽക്കും. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമാണ് യാഗം. ന്യൂസ് 18 തിരുവനന്തപുരം. IPL 16ാം സീസണിന് നാളെ തുടക്കമാകും. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ആദ്യ മത്സരം. 12 വേദികളിലായി 10 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗിൽ 74 മത്സരങ്ങളുണ്ട്. മെയ് 28-നാണ് ഫൈനൽ. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.